എല്ലാവർക്കും നമസ്കാരം. കൈവല്യ പീയൂഷം ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ നാരായണീയ സഹസ്രം 430 ശ്ലോകവും 430 ദിവസത്തിലേക്കും എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ 42 ദശകത്തിലെ 5 ശ്ലോകത്തിലേക്ക് പാരായണ പ്രഭാഷണങ്ങളൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നു. അതിനു മുമ്പ് നമ്മൾ നേരത്തെ മഹാഭാരതം കഥയിൽ പാണ്ഡവർ ആ വനപർവ്വം ആണ് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അവർ തീർത്ഥയാത്രയ്ക്കായിട്ട് ഭീഷ്മരുടെ ഉപദേശപ്രകാരം തീർത്ഥയാത്രയ്ക്കൊക്കെ ആയിട്ട് അവർ പോകുന്ന രംഗങ്ങളൊക്കെയാണ് പറഞ്ഞു വന്നത്. അങ്ങനെ അവർ തീർത്ഥയാത്രയ്ക്ക് പോയി അവരിതാ നൈമിഷാരണ്യത്തിലെത്തി. ഗോമതി നദീ തീരത്ത് സ്നാനം ചെയ്തു, ദാനകർമ്മം നടത്തി, ദേവന്മാരെയും പിതൃക്കളെയും തൃപ്തിപ്പെടുത്തിയിട്ട് കന്യാതീർത്ഥം, കാലകോടി എന്നിവയിൽ സ്നാനം ചെയ്തു. വിഷപ്രസ്ഥം എന്ന പർവ്വതത്തിലെത്തി. ബാഹു നദിയിൽ സ്നാനം ചെയ്തിട്ട് അവർ ദേവന്മാരുടെ യാഗഭൂമിയായ പ്രയാഗയിലെത്തി. ഗംഗ യമുന സംഗമത്തിലെ പാണ്ഡവരെ സ്നാനം ചെയ്തു. അനേക താപസന്മാരുടെ വാസഭൂമിയായ ബ്രഹ്മവേദിയിലെത്തി അവർ തപസ് ചെയ്തു. പിന്നീട് അവർ ഗയയിലെത്തി. അവിടെ ഗേശിരസ് എന്ന പർവ്വതം, മഹാനദി എന്നു പേരുള്ള നദിയുമുണ്ട്. അടുത്തായി തന്നെയുള്ള ധരണീധരം എന്ന പർവ്വതത്തിൽ ബ്രഹ്മസരസ് എന്ന തീർത്ഥമുണ്ട്. ചിരഞ്ജീവിയായ യമരാജന്റെ വാനപ്രസ്ഥ വാസസ്ഥാനമാണ്. പിനാകധാരിയായ ശ്രീ മഹാദേവന്റെ സാന്നിധ്യം ഈ തീർത്ഥത്തിലുണ്ട്. അവിടെ വസിക്കുന്ന അനേകം താപസന്മാരെ യുധിഷ്ഠിരനെ കാണാനെത്തി. അദ്ദേഹം അവരെ ചാതുർമാസ്യം അനുഷ്ഠിച്ചു. അവിടെ പണ്ഡിതന്മാരായ മഹർഷിമാർ ഇടയ്ക്കിടയ്ക്ക് സമ്മേളിച്ചു, ശാസ്ത്ര ചർച്ചകൾ നടത്തി. അക്കൂട്ടത്തിൽ വിദ്വാനായ ശമാഠൻ അമൂർത്ത സരസിന്റെ പുത്രനായ ഗയന്റെ കഥ വിവരിച്ചു. ഗയമഹാരാജാവ് അവിടെ വച്ച് അനേകം യജ്ഞങ്ങൾ ആഡംബരപൂർവം നടത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് അഗസ്ത്യന്റെ കഥ പറയാം. 4 മാസത്തെ യജ്ഞം ഗയയിൽ പാണ്ഡവര് നടത്തിയിട്ട് അഗസ്ത്യന്റെ ആശ്രമത്തിലെത്തി. ലോമശൻ പറഞ്ഞു, ധർമ്മജ, ഒരിക്കൽ അഗസ്ത്യമുനി ഒരു ഗർത്തത്തിലേക്ക് തലകീഴായി തൂങ്ങുന്ന പിതൃക്കളെ കണ്ടിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ തലകീഴായി തൂങ്ങിക്കിടക്കുന്നത്? വേദജ്ഞരായ മുനിമാര് അഗസ്ത്യനോട് പറഞ്ഞു, മകനെ അഗസ്ത്യ, നിനക്ക് ഒരു പുത്രൻ ഉണ്ടായാലേ ഞങ്ങൾക്ക് മോചനമുണ്ടാകൂ, എങ്കിലേ നിനക്കും സദ്ഗതി ലഭിക്കൂ. സത്യനിഷ്ഠനായ അഗസ്ത്യൻ അവരുടെ ആഗ്രഹം സഫലമാക്കാമെന്ന് വാക്കുകൊടുത്തു. വംശം അന്യം നിന്ന് പോകാതിരിക്കാൻ വിവാഹം കഴിക്കാമെന്ന് അഗസ്ത്യൻ ആലോചിച്ചു. അനുരൂപയായ വധുവിനെ കണ്ടെത്താൻ കഴിയാതെ അദ്ദേഹം വിദർഭ രാജാവിനെ സമീപിച്ചു. പറഞ്ഞു, രാജാവേ, പുത്രൻ ഉണ്ടാകാനായി വിവാഹം കഴിക്കണമെന്നുണ്ട്. അങ്ങയുടെ മകളായ ലോപാമുദ്രയെ എനിക്ക് വിവാഹം കഴിച്ചു തരണം. അഗസ്ത്യന്റെ അപേക്ഷ കേട്ട് രാജാവ് പരിങ്ങലിലായി. അദ്ദേഹം മഹാറാണിയോട് ആലോചിച്ചു. അപേക്ഷ നിരസിച്ചാൽ മഹർഷി ശപിച്ചേക്കുമെന്ന് ഉള്ള ചിന്തയിൽ ദുഃഖിച്ചു. അത് കണ്ട് രാജകുമാരി പറഞ്ഞു, അച്ഛാ, എന്നെ കരുതി നിങ്ങളാരും ദുഃഖിക്കേണ്ട. എന്നെ മഹർഷിക്ക് വിവാഹം കഴിച്ചു കൊടുത്തോളൂ. സ്വയം രക്ഷ നേടണം. വിവാഹം നടന്നു. മഹർഷി ആവശ്യപ്പെട്ടതനുസരിച്ച് വിലയേറിയ വസ്ത്രഭൂഷണങ്ങൾ ലോപാമുദ്ര അവിടെ തന്നെ ഉപേക്ഷിച്ചു. വൽക്കലവും മൃഗചർമ്മവും മുനിപത്നിയുടെ വസ്ത്രവുമായി ഭർത്താവിനോടൊപ്പം അവളും വ്രതങ്ങൾ അനുഷ്ഠിക്കാൻ ആരംഭിച്ചു. പിന്നീട് അഗസ്ത്യൻ ഭാര്യയോടൊപ്പം ഹരിദ്വാരത്തിലെത്തി തപസ് ആരംഭിച്ചു. ലോപാമുദ്ര നിഷ്ഠയോടെ ഭർത്താവിനെ പരിചരിച്ചു. അങ്ങനെ കാലം കുറെ കഴിഞ്ഞു. ഒരിക്കല് ഋതുസ്നാനം കഴിഞ്ഞു വരുന്ന ലോപാമുദ്രയെ മുനി കണ്ടു. തപശക്തി കൊണ്ട് അവളുടെ സൗന്ദര്യം വളരെ വർദ്ധിച്ചു വരുന്നു. അവളുടെ സൗശീല്യവും സേവന തൽപരതയും സംയമവുമെല്ലാം മഹർഷിയെ ആകർഷിച്ചു. സങ്കോചപൂർവ്വം കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, മഹർഷി, ഭർത്താവ് സന്താനത്തിനു വേണ്ടി
ഭാര്യയെ സ്വീകരിക്കുന്ന എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എൻ്റെ നേർക്ക് അങ്ങയ്ക്കുള്ള പ്രീതി സ്വാർത്ഥകമാണല്ലോ. ഈ കാഷായ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നാം ബന്ധപ്പെടുന്നത് ശരിയല്ല. എൻ്റെ പിതാവിൻ്റെ ഗൃഹത്തിൽ വസിക്കുന്ന കാലത്ത് ഞാൻ അണിഞ്ഞിരുന്ന രീതിയിൽ വസ്ത്രാഭരണങ്ങൾ അണിഞ്ഞ് അങ്ങയോട് പുത്രോത്പാദനം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലോപാമുദ്രേ, നിന്റെ പിതാവിൻ്റെ പക്കലുണ്ടായിരുന്ന ധനം നിന്റെ പക്കലില്ല, എൻ്റെ പക്കലുമില്ല. പിന്നെ എങ്ങനെയാണ് സാധിക്കുക? ലോപാമുദ്ര പറഞ്ഞു, തപോധന, അങ്ങേക്ക് തപശക്തി കൊണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള ഏത് സമ്പത്തും ഞൊടിയിടയിൽ നേടാൻ കഴിയും. നീ പറയുന്നത് ശരിയാണ്. പക്ഷെ അങ്ങനെ ചെയ്താൽ തപസ് ക്ഷയിക്കുമല്ലോ. എൻ്റെ തപസ്സിന് ഹാനി വരാത്ത ഒരു മാർഗം നീ പറയൂ. തപോധന, അങ്ങയുടെ തപസ്സിന് ഹാനി ഉണ്ടാകുന്നത് കാണാൻ എനിക്ക് ആഗ്രഹമില്ല. തപസ്സിനെ രക്ഷിച്ചുകൊണ്ട് അങ്ങ് എൻ്റെ അഭിലാഷം സഫലമാക്കണം. അഗസ്ത്യൻ പറഞ്ഞു, സുഭഗേ, നീ ഐശ്വര്യങ്ങൾ അനുഭവിക്കുവാൻ നിശ്ചയിച്ചിരിക്കുകയാണെങ്കിൽ അവിടെ ഇരുന്ന് ധർമ്മം അനുഷ്ഠിക്കൂ. നിനക്ക് വേണ്ട ധനം കൊണ്ടുവരാനായി ഞാൻ പോകുന്നു. അഗസ്ത്യൻ ധനം യാചിക്കാനായി ശ്രുതർവാവ് എന്ന രാജാവിനെ സമീപിച്ചു. രാജാവ് മുനിമാരോടുകൂടി രാജ്യ അതിർത്തിയിൽ വെച്ച് തന്നെ മഹർഷിയെ സ്വാഗതം ചെയ്തു. കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സത്കരിച്ചു. മഹർഷിയുടെ ആഗമനോദ്ദേശം അറിഞ്ഞ മഹാരാജാവ് തൻ്റെ വരവ് ചെലവ് കണക്ക് മഹർഷിയുടെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, ഈ കണക്ക് നോക്കിയിട്ട് എടുക്കാവുന്ന ധനം അങ്ങ് തന്നെ പറയണം. അഗസ്ത്യൻ കണക്ക് നോക്കി, വരവ് ചെലവ് തുല്യം. ഒരു ചെറിയ നാണയം പോലും മാറ്റിയാൽ ജനങ്ങൾ ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് ശ്രുതർവാവിനെയും കൂട്ടി അയൽരാജാവായ ബൃഹശ്വനെ സമീപിച്ചു. അവിടെയും യഥാവിധി സ്വീകരണവും സൽക്കാരവും എല്ലാം നടന്നു. ആഗമനോദ്ദേശം അറിഞ്ഞപ്പോൾ രാജാവ് തൻ്റെ കണക്കുകൾ മഹർഷിയെ ബോധ്യപ്പെടുത്തി. അവിടെയും മിച്ചമില്ല. 3 പേരും കൂടി പുരുകുത്സന്റെ പുത്രനും ധനികനുമായ ത്രസാദസുവിൻ്റെ അടുക്കലെത്തി. സ്വീകരണവും സൽക്കാരവും മേളമായി നടന്നു. അവിടെയും വരവ് ചെലവുകൾ തുല്യമായിരിക്കുന്നു. മഹർഷി ചിന്താധീനായി. ആ രാജാക്കന്മാർ കൂടി ആലോചിച്ച് മഹർഷിയോട് പറഞ്ഞു, മുനിവര, ഇപ്പോൾ ലോകത്തിൽ സമ്പന്നനായ ഒരു ദൈത്യരാജാവുണ്ട്. അയാളുടെ പേര് ഇല്വലൻ എന്നാണ്. ഇത് കേട്ട് മഹർഷി രാജാക്കന്മാരോടൊപ്പം ഇല്വലന്റെ രാജ്യത്തിലേക്ക് തിരിച്ചു. അതിർത്തിയിൽ വെച്ച് തന്നെ ഇല്വലൻ പരിവാര സമേതനായി വന്ന മഹർഷിയെ എതിരേറ്റു. സൽക്കാരങ്ങൾക്ക് ശേഷം മഹർഷിയുടെ മനോഗതം അറിഞ്ഞ ഇല്വലൻ ചോദിച്ചു, മുനീശ്വര, ഞാൻ എത്ര ധനം തരാൻ ആഗ്രഹിക്കുന്നു എന്ന് അങ്ങ് പറഞ്ഞാൽ ഞാൻ അങ്ങേക്ക് ധനം തരാം. അഗസ്ത്യൻ പറഞ്ഞു, അശ്രാധിപ, ഓരോ രാജാവിനും 10,000 പശുക്കളും അത്ര തന്നെ സ്വർണ്ണ നാണയങ്ങളും നൽകാൻ നിങ്ങൾ കരുതുന്നു. എനിക്ക് അതിൻ്റെ ഇരട്ടി പശുക്കളും സ്വർണ്ണ നാണയങ്ങളും പുറകെ ഒരു സ്വർണ്ണ രഥവും മനോവേഗമുള്ള 2 കുതിരകളും തരണമെന്നാണ് നിങ്ങളുടെ മനോഗതം എന്നൊക്കെ അഗസ്ത്യമുനി പറഞ്ഞു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ അനുസ്മരിക്കാം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. കോമളം കൂജയൻ വേണം ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മാഭാസതാം പുരതോ മമ പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജങ്കരണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദന്തം ഭക്താനാമേകദന്തമുപാസ്മഹേ.
सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा। शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदा शिवम्। भूतनाथ सदानन्द सर्वभूतदयापरा रक्ष रक्ष महाबाहो शास्त्रे तुभ्यं नमो नमः। सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरि नारायणि नमोऽस्तुते। श्रीगुरुवायूरप्पा शरणं। हरिश्री गणपते नमः अविघ्नमस्तु। हरिश्री गणपते नमः अविघ्नमस्तु। हरिश्री गणपते नमः अविघ्नमस्तु। श्रीगुरुवायूरप्पा शरणं। ക്ഷമിക്കണം, നമ്മളിതാ 42ാമത്തെ ദശകത്തിലെ 5ാമത്തെ ശ്ലോകത്തിലേക്ക് പാരായണ പ്രഭാഷണങ്ങളൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നു. അതിൻ്റെ പാരായണത്തിലേക്ക്. കസ്കോനു കൗതസ്കുതൈഷ വിസ്മയോ വിശങ്കടം യച്ഛകടം വിപാടിതം ന കാരണം കിഞ്ചിദിഹേതി തേ സ്ഥിതാഃ സ്വനാസികാദത്തകരാസ്ത്വദീക്ഷകാഃ. കസ്കോനു കൗതസ്കുത ഏഷ വിസ്മയോ വിശങ്കടം യച്ഛകടം വിപാടിതം ന കാരണം കിഞ്ചിദിഹേതി തേ സ്ഥിതാഃ സ്വനാസികാദത്തകരോസ്ത്വദീക്ഷകാഃ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. അങ്ങനെ 430ാമത്തെ ശ്ലോകം, നാരായണീയ സഹസ്രം 430ാമത്തെ ദിവസം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവർ ഈ ചാനലിലെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സജ്ജനങ്ങളെ ഈ ഒരു സത്സംഗത്തിലേക്ക് കൊണ്ടെത്തിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെയും ഗുരുനാഥന്മാരുടെയൊക്കെ അനുഗ്രഹം എന്നുമെന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നാരായണ 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 നാരായണ. ഗുരുവാദപുരീദാസദാസദാസോപ്യഹം ച ഭോः കേശവാശ്രിതഭാവേന ഭാസത്തെ ഹൃദയേശ്വര. ഭജാമി സതതം തവ ചരണയുഗമംബികേ ത്വാം ബിന്ദുരൂപിണീം ഉമാം മതിവദനാം ച സുഹാസിനീം മല്ലികാമംഗലനിവാസിനീം മമ പരദേവതാം സിംഹാരൂഢാം ച ശ്രീമിമാം ദുർഗാം ശ്രീരാജരാജേശ്വരീം. ശ്രീപത്മനാഭപുരേ വസന്തം ശ്രീവൈഷ്ണവം രൂപമിദം ദധാനം ശ്രീതപ്രിയം നിത്യമുപാശ്രിതാനാം ശ്രീപത്മനാഭൈ വയം നമാമ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീകൃഷ്ണ. നമസ്കാരം. വലിയൊരു ശബ്ദം കേട്ട് കരച്ചിലോടുകൂടി നന്ദഗോപാദികൾ വന്നു നോക്കുമ്പോഴേക്കും യശോദാദേവി എടുത്ത രീതിയിലാണ് അവർ കണ്ടതെന്ന് പറയുകയാണ്. അപ്പോൾ ഈ ദുരന്തം അല്ലെങ്കിൽ ഈ ഒരു അപകടം ഇത് അവരാരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം അവിടെ വൃക്ഷങ്ങൾക്ക് കേടുപാടുകളോ പഴയ വൃക്ഷങ്ങളോ അങ്ങനെയൊന്നുമില്ല. കാരണം അവർ ഈ വിറക് വെട്ടുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ വിറകിൻ്റെ ആവശ്യത്തിന് വേണ്ടി പഴയ മരങ്ങളൊക്കെ അവർ വെട്ടിമുറിച്ച് മാറ്റും. അങ്ങനെ ഒരു സമ്പ്രദായം എപ്പോഴും ഉണ്ട് അവിടെ. അപ്പോൾ പുതിയ മരങ്ങൾ മാത്രമേ അവിടെ നിൽക്കുള്ളൂ. മരങ്ങളങ്ങനെ വീഴാനൊരു സാധ്യതയൊന്നും ആർക്കും നോക്കിയിട്ട് കാണാനില്ല ഇനി. എന്നാൽ ആ വണ്ടി അവിടെ വച്ചിരുന്ന കാര്യം തൽക്കാലം ഓർമ്മ വന്നില്ല. വണ്ടി അവിടെ നിന്ന് ചാരി വെച്ചിരുന്നു, അതാണ് തവിട് പൊടിയായതെന്ന് നോക്കിയാൽ മനസ്സിലാവും. പക്ഷെ അത് തൽക്കാലം ആർക്കും ഓർമ്മയും വന്നില്ല. ചുരുക്കം പറഞ്ഞാൽ അത് മായയാണ്. ഈ ഭഗവാന്റെ ഇതിലേക്കൊന്നും ശ്രദ്ധ പോവില്ല. അങ്ങനെ അങ്ങോട്ടൊന്നും ശ്രദ്ധ പോകരുതെന്ന് ഭഗവാന് നിർബന്ധമുണ്ട്. അപ്പോൾ ഭൗതികമായിട്ടുള്ള ഒരു വസ്തുതയിലേക്കും തൽക്കാലം ബ്രാഹ്മണന്മാരുടെയോ അല്ലെങ്കിൽ അവിടെ വന്ന ഗോപാലന്മാരുടെയോ നന്ദഗോപരുടെയോ യശോദയുടെയോ ഗോപികമാരുടെയോ ശ്രദ്ധയോ മനസ്സോ എങ്ങോട്ട് തിരിഞ്ഞില്ല.
കാരണം ഭഗവത് സാന്നിധ്യമുള്ള പരിസരം ഏതെങ്കിലും വിധത്തിൽ ഭഗവത് കഥകളുമായിട്ടോ ഭഗവത് പരമായിട്ടുള്ള കാര്യങ്ങളിലേക്കോ ശ്രദ്ധിച്ച് ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. സപ്താഹങ്ങൾക്കൊക്കെ പോകുമ്പോൾ പല ദിക്കിൽ നിന്ന് അനുഭവം ഉണ്ടായിട്ടുണ്ട്. മുമ്പിലൊക്കെ വന്നിരിക്കുന്ന ആൾക്കാരോട് വല്ല ചോദ്യം ചോദിച്ചാൽ അവർക്ക് ഒന്നും അറിയില്ല, പുസ്തകം നോക്കിയിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പോഴൊക്കെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക അവിടെ അടിച്ചു വാരുന്ന അമ്മമാർ, പാത്രം കഴുകി വയ്ക്കുന്ന അമ്മമാർ, അല്ലെങ്കിൽ ഏട്ടന്മാർ, അവരൊക്കെ ഉണ്ടാവും. അവരൊക്കെ ഉത്തരം പറയണത് കേട്ടിട്ടുണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ ശ്രദ്ധ മനസ്സും കാതും ഇവിടെയാണ്. ഈ കഥ പറയുന്ന സ്ഥലത്താണ് അവരുടെ ശ്രദ്ധയും മനസ്സും കാതും എല്ലാം അർത്ഥം. അപ്പോൾ ആ അവസരത്തിൽ അവർക്ക് വേറൊരു ദിക്കിലേക്ക് മനസ്സ് പോകണില്ല എന്നർത്ഥം. അതാണ് ഇതിൻ്റെ മാജിക്ക്. ഭഗവത് പരമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തെന്തായിരുന്നു നടന്നിരുന്നത്? പൂമുഖത്ത് പറനാൾ അനുബന്ധിച്ചുള്ള ആഘോഷങ്ങളും ദാനങ്ങളും വസ്ത്രദാനങ്ങളും മറ്റും നടക്കുകയായിരുന്നു. അടുക്കളയിൽ ഗോപികമാർ തമ്മിലുള്ള വർത്തമാനവും യശോദാദേവിയുടെ കാര്യസ്ഥയും നടക്കുകയായിരുന്നു. ഇത് രണ്ടും എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് രണ്ടും ഇതൊക്കെ ചെയ്യുമ്പോഴും ഇവരുടെ കാതും കൈയും കാതും മനസ്സും അത് ഭഗവാനിലേക്കായിരുന്നു. ഭഗവാൻ എന്തു ചെയ്തു? ഉണ്ണി അവിടെ ഇല്ലേ? കരയുന്നുണ്ടോ? ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഈ വർത്തമാനത്തിൻ്റെ ഇടയിൽ യശോദ. അങ്ങനെയാണ് നന്ദഗോപരും കൂട്ടരും ഓടി വന്ന് നോക്കുമ്പോൾ അവർക്ക് തൽക്കാലം എന്താ ഉണ്ടായതെന്ന് നിശ്ചയില്ലാണ്ടേ. അപ്പോൾ ഈ മായ അല്ലെങ്കിൽ ഭഗവാന്റെ വിസ്മയം, ഭഗവത് കഥകളുടെ വിസ്മയം, കാരണം ഇത് കേട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് കഴിയണ വരെ ഒരു യാന്ത്രികമായിട്ടുള്ള ഒരു ഇരിപ്പുണ്ട് നമുക്കെല്ലാവർക്കും. സപ്താഹവേദിയാവാം, നാരായണീയ സഹസ്രമാവാം, ഓൺലൈൻ വഴിക്കുള്ള സപ്താഹങ്ങളാവാം, ഓൺലൈൻ ക്ലാസ്സുകളാവാം. ഇതിങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിലേക്ക് തന്നെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥാന്തരം ഉണ്ടാവുന്നുണ്ട്. അത് നമുക്കറിയാം. ഇന്ന് ഓൺലൈനിൽ ധാരാളം ക്ലാസ്സുകളും മാർക്കറ്റിംഗ് മേഖലയിലുള്ള ക്ലാസ്സുകളും കമ്പനികളുടെ ക്ലാസ്സുകളും അല്ലെങ്കിൽ മീറ്റിങ്ങുകളും ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും ഇത് തുറന്നു വെച്ച് ആൾക്കാർ പലരും ഉറങ്ങിപ്പോണ അവസരമുണ്ട്. അതവിടെ ഓപ്പൺ ചെയ്യും, മെമ്പർഷിപ്പൊക്കെ ഹാജറൊക്കെ കാണിക്കും, പക്ഷേ കക്ഷി പിന്നെ കിടന്നുറങ്ങും. ഇത് സംഭവിക്കുന്നുണ്ടെങ്കിൽ സപ്താഹവേദികളിലോ മറ്റോ ഉറക്കമുണ്ടെങ്കിൽ തന്നെ ഒരു സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം എന്ന് പറയുമ്പോൾ ഗോവിന്ദ എന്ന് ജപിക്കുന്ന വിസ്മയവും നമുക്ക് കാണാം. കാരണം ആത്മാവ് അതിൻ്റെ ഉള്ളിൽ ബദ്ധശ്രദ്ധനായി ഈ കഥകൾക്ക് പിന്നിൽ നല്ല ഫോളോ അപ്പ് ഉണ്ട് എന്നർത്ഥം. അത് അത്ര ശ്രദ്ധിച്ചിരിക്കുന്ന, പ്രേമത്തോടെ ഭക്തിയോടെ ശ്രദ്ധിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അപ്പം ഇതെല്ലാം ഭഗവത് കഥകളുടെ മുമ്പിൽ സംഭവിക്കുന്നതാണെങ്കിൽ ഭഗവാൻ അവതരിച്ച് ഒറിജിനലായിട്ട് അവിടെ കിടന്ന് കൈകാലിട്ടടിച്ച് കരയുമ്പോൾ ആർക്കെങ്കിലും വേറെ ദിക്കിലേക്ക് മനസ്സ് പോവുക അത് പറ്റുമോ? അത് സാധിക്കില്ല. അപ്പം ഭഗവത് മായ എന്നുള്ളതോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു, ഞാൻ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞെന്താ, ശ്രദ്ധയാ തൽക്കഥായാം ച എന്ന് പറയുന്നുണ്ട്. ഈ തൽപാദാംബുരുഹ ധ്യാനാൽ, പ്രഹ്ലാദൻ്റെ ഉപദേശമാണ്. ശ്രദ്ധയാ തൽക്കഥായാം ച കീർത്തനൈർ ഗുണകർമ്മണാം തൽപാദാംബുരുഹ ധ്യാനാൽ തല്ലിംഗേക്ഷണാദിഭി എന്ന് പറയുന്നുണ്ട്. ഭഗവത് കഥകൾ കേട്ട് 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 കീർത്തനൈർ ഗുണകർമ്മണാം, പാടി 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 തൽപാദാംബുരുഹ ധ്യാനാൽ, ആ ഭാഗവത് പാദാംബുജം തന്നെ സ്മരിക്കുന്ന ധ്യാനാവസ്ഥ വന്നതുകൊണ്ട് കാണുന്നതെല്ലാം നോക്കുന്നതെല്ലാം തല്ലിംഗേക്ഷണാദിഭി, ഭഗവത് ശരീരമാണ് അല്ലെങ്കിൽ ഭഗവത് പരമാണ് കാണുന്ന വസ്തുതകൾ മുഴുവൻ എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അങ്ങനെ എത്തിച്ചേരുമ്പോഴാണ്
കാമയിസ്തൈ സാധുമാനയേൽ എന്ന് പ്രഹ്ലാദൻ പറയുന്നു. അത്തരം കർമ്മങ്ങളിലൂടെയാണ് ആഗ്രഹങ്ങളൊക്കെ അപ്പോഴാണ് വാസ്തവത്തിൽ മാനിക്കപ്പെടുന്നത് എന്നർത്ഥം. ആഗ്രഹങ്ങളാൽ ഈ ആഗ്രഹങ്ങളൊക്കെ ഭദ്രം കർണേഭി എന്ന ഭാവത്തിൽ എൻ്റെ ആഗ്രഹങ്ങൾ മുഴുവൻ ഭഗവത്പരമാണെന്ന് ഉറപ്പിക്കുമ്പോഴാണ് കാമയിസ്തൈഹി സാധുമാനയേൽ അത്തരത്തിലുള്ള കാമങ്ങളാൽ ഇതാണ് സാധു എന്ന്, ശരി എന്ന ബോധ്യത്തിലേക്ക് എത്തിച്ചേർന്നത്. വെരി റൈറ്റ് ഓൺ ദ ഗോപികാസ്, വെരി റൈറ്റ് തിങ് എന്ന് വെച്ചാൽ കാമയിസ്തൈഹി അവരുടെ സകല ഇന്ദ്രിയപരങ്ങളായിട്ടുള്ള സകല കർമ്മങ്ങളും ചിന്തയും പ്രവൃത്തിയും ഭഗവാനിലേക്കായി. സാധുമാനയേൽ അവിടെ നമുക്ക് അത് ശരിയാണെന്നോ അല്ലെങ്കിൽ അവർക്കത് ഈ ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തി അതിനെ ശരിയായ നിലയിൽ ഉപയോഗിക്കാൻ സാധിച്ചു എന്നർത്ഥം. അപ്പോഴാണ് അവർക്കതിൻ്റെ പരിപൂർത്തി ഉണ്ടായത്. വേറെ തരത്തിൽ പറഞ്ഞാൽ ഭഗവാനിലേക്കല്ലാതെ അവരുടെ ശ്രദ്ധ, ഇനി ഭഗവാനിലേക്കല്ലാത്ത വസ്തുക്കൾക്കൊന്നും അവർക്ക് പ്രാധാന്യമുണ്ടായിരുന്നില്ല എന്നർത്ഥത്തിലേക്ക്. ഇവൻ അവരുടെ സ്വന്തം കുട്ടികളായാൽ തന്നെ എന്ന് ഭക്തന്മാർ പറയാറുണ്ട്. ഗോപികമാരുടെ സ്വന്തം കുട്ടികളോട് തന്നെ ഭഗവാനോട് ഉള്ള ഒരു പ്രേമമോ കൗതുകമോ സ്നേഹമോ വാത്സല്യമോ ഗോപികമാർക്കുണ്ടായിരുന്നു എന്നതിന് സംശയവുമെന്നാണ്. ആ അവസ്ഥയാണ് വാസ്തവത്തിൽ മോക്ഷം എന്ന് പറയുന്നത്. ജീവൻ മുക്താവസ്ഥ എന്നുള്ളത് അതാണ്. ജീവിച്ചുകൊണ്ട് മുക്തരായിട്ട് സഞ്ചരിക്കുക എന്നുള്ള ഒരവസ്ഥയാണ്. അപ്പം കാമങ്ങൾ, ആഗ്രഹങ്ങൾ ഭഗവത്പരമായി തീർന്ന് ആ ആഗ്രഹങ്ങളെ കൊണ്ട് തന്നെ ഇതാണ് ശരി എന്ന് ബോധ്യം വരും. നമുക്ക് തുടക്കത്തിൽ പല ആഗ്രഹങ്ങളുണ്ടാവും. ഇത് ഉൾട്ടേ പതിവ്. ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഭഗവാനെ ആശ്രയിക്കുക ചെയ്യാം. അതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചാൽ ആഗ്രഹങ്ങളൊക്കെ ഭഗവത്പരമാക്കി തീർക്കുക. എനിക്ക് ധാരാളം കാശുണ്ടാവണം. എന്തിനാ? എനിക്ക് കുറേ ഭക്തിപ്രസ്ഥാനങ്ങൾ വളർത്തണം, കുറേ ആശ്രമങ്ങൾ പണിത്, കുറേ അഭയം ഇല്ലാത്തവർക്ക് അഭയം കൊടുത്ത് അവിടെ കുറേ ഭാഗവതവും ഗീതയും ഒക്കെ പഠിപ്പിച്ച് ഇങ്ങനൊരു ആഗ്രഹം ആക്കി മാറ്റുക. എനിക്ക് കുറേ മക്കളുണ്ടാവണം. എന്തിനാ മക്കൾ? ആ മക്കൾ മുഴുവൻ ഈ ഭക്തിപ്രസ്ഥാനം നടത്തിക്കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന നവയോഗികളെ പോലെയുള്ള ആൾക്കാരായിട്ട് അവർ മാറണം എന്ന ആഗ്രഹത്തെ ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരിപ്പിക്കുക. സാധിക്കാൻ പറയാനൊക്കെ എളുപ്പമാണ്. ഇതൊക്കെ ഞങ്ങളങ്ങനെ വിചാരിക്കണമെന്നൊക്കെ പറയുകയും ചെയ്യും ചിലപ്പോൾ നമ്മൾ. പക്ഷെ നമ്മളങ്ങനെയല്ല വിചാരിക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് എനിക്കെന്തായാലും അറിയാം. നമ്മളങ്ങനെ വിചാരിക്കാറില്ല. ആ ആഗ്രഹങ്ങളെ മുഴുവൻ അങ്ങനെ ആക്കി മറിച്ച് കഴിഞ്ഞാൽ ഇതാണ് ശരിയെന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ അവനവിടെ ജീവൻ മുക്തനായി. ഇനി ഇതൊന്നും വേണ്ട, സമ്പത്ത് വിട്ടോളൂ, മക്കളെ വിട്ടോളൂ. എൻ്റെ ജീവിതം, എനിക്ക് അർഹപ്പെട്ട സമ്പത്ത്, ആ സമ്പത്തിനെ ഞാനിങ്ങനെ വിനിയോഗിക്കും. എനിക്ക് അർഹപ്പെട്ട ആരോഗ്യം, അതിനെ ഞാനിങ്ങനെ വിനിയോഗിക്കും. എൻ്റെ ശബ്ദം, എൻ്റെ കർമ്മം, ഇതെല്ലാം ഞാൻ ഭഗവത്പരമായി വിനിയോഗിക്കും എന്ന് തീരുമാനിച്ചാൽ തന്നെ അത്തരം ആഗ്രഹങ്ങളാൽ അത് വിനിയോഗിക്കാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ജീവൻ മുക്താവസ്ഥയിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ഗോപികമാരുടെ ഈ ശ്രദ്ധ എന്നുള്ളത് അവരൊരു വിളക്ക് വെച്ച് ഭഗവാനെ ഫോട്ടോ വെച്ച് പൂജിക്കുന്ന അവസ്ഥയല്ല. ഗോപികമാർക്ക് അങ്ങനെ ഒരു പ്രവൃത്തി വേണ്ടാമെന്ന് ഭഗവാൻ ഉദ്ധവന് ഉപദേശിക്കുന്നുണ്ട്. കാരണം സകല ഇന്ദ്രിയങ്ങളും ഭഗവാനിലേക്ക് അർപ്പിച്ചവരാണ് അവർ. അപ്പോൾ ആ നന്ദഗോപാദികൾ ഓടി വന്ന് നോക്കുമ്പോൾ അവർക്ക് അത്ഭുതമായി നിന്നു. കസ്കോ നു കൗതസ്കുത ഏഷ വിസ്മയ, കസ്കോന്നു കൗതസ്കുത ഏഷ വിസ്മയ. ഈ വിസ്മയം എങ്ങനെ, എവിടുന്ന്, ആര് ചെയ്തു എന്നാണ് അവർക്ക് അത്ഭുതമായത്. കസ്കോ, അതിലൊക്കെ വൈദിക പ്രയോഗങ്ങളാണ് കേട്ടോ. ആരെ സംബന്ധിച്ചാണ് ചെയ്യപ്പെട്ടത്? കൗതസ്കുത, ഏതിനെ സംബന്ധിച്ചാണ് ചെയ്യപ്പെട്ടത്? എന്തുകൊണ്ടാണ് ഇത് ചെയ്യപ്പെട്ടത്? ഏഷ വിസ്മയ. വിസ്മയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 28 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിൻ്റെ അടിയേറ്റിട്ട്
ആ കബോർഡ് ഇല്ലാണ്ട് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കുറേ ഒരു വൃക്ഷം വീണുന്നോ ഒക്കെയാണ് അവർ ധരിച്ചിരിക്കുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു? വിശങ്കടം യച്ഛകടം നിപാതിതം. ഇതെടുത്തൊന്ന് ഉരുട്ടി മാറ്റാൻ തന്നെ 4-5 ആൾക്കാർ വേണം. അങ്ങനെയുള്ള ശകടം, യച്ഛകടം നിപാതിതം, യാതൊരു കാരണത്താലാണോ നിപാതിതമായത് ശകടം, ആ വിസ്മയം. വിശങ്കടം എന്ന് വെച്ചാൽ വിശേഷണയുള്ള വലിയ ഈ വണ്ടി എന്നർത്ഥം. വിശങ്കടം ശകടം, വിശങ്കടം എന്ന് വെച്ചാൽ വിശാലമായത്, വലിപ്പമുള്ളത്, കനമുള്ളത് എന്നുള്ള അർത്ഥം. അങ്ങനെയുള്ള ഇത്രയും വലിയ വണ്ടി എങ്ങനെ ഇവനാൽ ചവിട്ടിത്തെറിപ്പിക്കപ്പെട്ടു? വിപാടിതം, പൊടുപൊടിയാക്കപ്പെട്ടു. നകാരണം കിഞ്ചിതിഹേതിതേ സ്ഥിതാ. അവർ നോക്കിയപ്പോൾ അതിൻ്റെ പ്രൂഫൊന്നും സമീപത്തൊന്നും കാണാനില്ല. വണ്ടി പൊട്ടി കിടക്കുന്നത് കാണാണ്ടെന്നല്ലാണ്ട് വണ്ടി എങ്ങനെ പൊട്ടി, എവിടുന്ന് പൊട്ടി, എങ്ങനെ അത് പൊടിഞ്ഞു പോയി എന്നുള്ളതിൻ്റെ തെളിവൊന്നും അവിടെ കാണാനില്ല എന്നാണ്. കാരണം അവർക്ക് മനസ്സിലായിട്ടില്ല ഭഗവാൻ ചവിട്ടിയിട്ടുള്ളതാണ്. ശബ്ദം കേട്ട് ഓടി വന്ന് നോക്കുമ്പോൾ ആ വണ്ടി തല്ലിപ്പൊളിയായിട്ട് തവിടുപൊടിയായിട്ട് കിടക്കുന്നുണ്ടല്ലാണ്ട് കസ്കോന്നു കൗതസ്കുത, ആര് ചെയ്തു, ആരാൽ ചെയ്യപ്പെട്ടു, എന്തിനാൽ ചെയ്യപ്പെട്ടു, എന്തിനെ സംബന്ധിച്ച് ചെയ്തു എന്നുള്ള വിസ്മയം അവർക്ക് മാറുന്നില്ല. വിശങ്കടം യച്ഛകടം, ഇത്രയും ഭീമാകാരനായ ഒരു വണ്ടി പൊടിയണമെങ്കിൽ, നേരത്തെ പറഞ്ഞില്ലേ 4-5 ആൾക്കാരില്ലാണ്ട് അതൊന്ന് എടുത്ത് ചുമരുന്ന്, ചാരി വെച്ച് ചുമരുന്ന് ഒന്ന് പൊക്കി ഒന്ന് ഉരുട്ടി കൊണ്ടുപോകണമെങ്കിൽ 4-5 ആൾക്കാരെ ബലം വേണം. അപ്പോൾ ഇത്രയും വലിയ വണ്ടി പൊടിഞ്ഞങ്ങോട്ട് ഇല്ലാതെയിരിക്കണു, ചൂർണമായി തീർന്നിരിക്കുന്നു, പൊടിയായി തീർന്നിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. സ്വനാസികാദത്തകരാസ്ത്വദീക്ഷകാ. മുഖത്ത് വരൽ വെച്ച് എത്ര മുഖത്ത് വരൽ വയ്ക്കണത് അത്ഭുതം കൊണ്ട് മുഖത്ത് വരൽ വയ്ക്കൂല. എന്നാലും എന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ വെച്ച് ഇത് എവിടെ നിന്നുണ്ടായി അപ്പ? അവർ ഭഗവാനെയും നോക്കും, വണ്ടിയെയും നോക്കും, മാറി മാറി നോക്കിയെന്നാണ്. ത്വദീക്ഷകാഹ, അവിടുത്തെ നോക്കും, വണ്ടിയെ നോക്കും. സ്വനാസികാദത്ത കരാഹ, കരം എന്നാണ് കേട്ടോ, വിരലല്ല. മൂക്കത്തിങ്ങനെ നമ്മൾ വയ്ക്കാറുള്ളൂ. എന്നാലും ഇത് എവിടുന്നുണ്ടായെന്നുള്ള അത്ഭുത ഭാവം. ആ അത്ഭുത ഭാവത്തിൽ അവർ ഭഗവാനെ ഇടയ്ക്ക് നോക്കും. ഇവനാണോ എന്നുള്ള സംശയമാണ്. കാരണം സമീപത്ത് വേറെ തെളിവൊന്നുമില്ല. ഇവൻ ചവിട്ടി തെറിപ്പിക്കുമോ? ഇതാരെങ്കിലും വിശ്വസിക്കാൻ പോണതാണോ? ആർക്കെങ്കിലും ഇത് വിശ്വസനീയമാണോ? ഈ കുഞ്ഞിക്കാല്, അതായത് അതിലൊരു ഗോപൻ്റെ വലിയ വിരലെടുത്ത് കഴിഞ്ഞാൽ അത്ര ആ വിരലിൻ്റെ വലിപ്പം ഉണ്ടാവുള്ളൂ ആ കുഞ്ഞിക്കാലിന്. ആ കുഞ്ഞിക്കാലുകൊണ്ട് ഈ ഭീമാകാരനായിട്ടുള്ള വണ്ടി. അപ്പോൾ അവർക്ക് സംശയം എന്തായാലും. കാരണം സമീപത്ത് വേറെ പോസിബിലിറ്റി ഒന്നുമില്ല, സാധ്യതയൊന്നും കാണാനില്ല വേറെ. ഇതിന് സംഭവിക്കാവുന്ന ഒരു പോസിബിലിറ്റി ഉണ്ടാവണല്ലോ. ഒരു സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ഇല്ല എന്നർത്ഥം. സാഹചര്യ തെളിവുകളൊന്നും കാണാനില്ല. അപ്പം സംശയം, ഇവൻ എന്തൊക്കെയോ മാജിക് ഉണ്ട്. 6-ാം ദിവസം ആ രാക്ഷസി കൊന്നവനാണല്ലോ. അപ്പം ഇത് ഇവനാണോ? ത്വദീക്ഷകാഹ സ്വനാസികാദത്തകരാഹ. മൂക്കത്ത് കൈ വെച്ച് അവർ ഭഗവാനെ നോക്കി, ആ വണ്ടിയെ നോക്കി, പൊടിഞ്ഞു കിടക്കുന്ന ആ വണ്ടിയെ നോക്കി. കാരണം അവർക്ക് സംശയമുണ്ട്. 6-ാം ദിവസം ആ രാക്ഷസിയെ ഇല്ലാണ്ടാക്കാച്ചാൽ ഈ വണ്ടി ഒരു വിഷയമില്ല എന്ന് അവർക്കറിയാം. പക്ഷേ ആർക്കും മനസ്സിലാവാത്ത, ആർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ആ വിഷയത്തെ അവർ സ്ഥിരീകരിച്ചില്ല. കസ്കോന്നു കൗതസ്കുത ഏഷ വിസ്മയ. എവിടുന്ന്, എന്തിനെ സംബന്ധിച്ച്, എവിടുന്ന്, ആരെ സംബന്ധിച്ച്, ആര് ഈ വിസ്മയം ഉണ്ടാക്കി? വിശങ്കടം യച്ഛകടം വിപാടിതം, വിപാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു, ചവിട്ടി പൊടിക്കപ്പെട്ടിരിക്കുന്നു വലിയ ഭീമാകാരനായ ഈ വണ്ടി. ന കാരണം കിഞ്ചിദിഹേതിതേ സ്ഥിത. ന കാരണം കിഞ്ചിൽ ഇഹ ഇതി. ഇവിടെ ഒരു കാരണവും കാണാനില്ല. അങ്ങനെ അവർ നിന്നു, സ്ഥിത, സ്റ്റണ്ടായിട്ട് നിന്നു. സ്വനാസികാദത്തകരാ ത്വദീക്ഷകാഹ, അവിടുത്തെ നോക്കിക്കൊണ്ട് മൂക്കത്ത് കയ്യും വെച്ചുകൊണ്ട് വിസ്മയം കൊണ്ട് അവർ നിന്നു എന്ന് പറയുന്നത്. കാരണം ഇവിടെ തെളിവൊന്നും കാണാനില്ല. നമസ്കാരം. ജയ് ശ്രീകൃഷ്ണൻ.